എല്ലാവരും ഓരോ ദിവസവും ബിഗ് ബോസിലെ ഓരോരുത്തരുടെ കഥയെക്കുറിച്ചാണ് അറിയുന്നത്. ലൈവ് സ്റ്റോറി എന്ന സെഗ്മെൻറ്റ് എല്ലാ വർഷവും ബിഗ് ബോസ് നടത്താറുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർ കടന്നു വന്നതിനെക്കുറിച്ച് പറയാനുള്ള അവസരമാണിത്. അക്കൂട്ടത്തിൽ കടന്നു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടി ശ്രീരേഖ തുറന്നു പറയുന്ന കാര്യങ്ങളാണ് എല്ലാവരെയും വേദനപ്പെടുത്തുന്നത്. എന്നാൽ ശ്രീരേഖ മറച്ചുവെച്ച ചില കാര്യങ്ങൾ അർജുൻ കണ്ടുപിടിച്ച് ചോദിക്കുന്നുണ്ട്. ശ്രീരേഖ ഇതിൽ തൻ്റെ ജീവിതത്തിൽ പാരാലിസിസ് വന്ന അച്ഛൻ മാത്രം ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ തൻ്റെ ആദ്യ ദാമ്പത്യത്തെ തകർന്നതിനെക്കുറിച്ച് താരം മിണ്ടുന്നതേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം അർജുൻ വന്ന് ചോദിച്ചപ്പോഴാണ് ശ്രീരേഖ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഞാനത് ആളുകൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അതങ്ങനെ ആളുകൾ അറിയണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. എൻ്റെ പാരാലിസിസ് പിടിച്ച ജീവിതവും അച്ഛൻ എന്നെ ഉയർത്തിയെടുത്തതുമെല്ലാം എല്ലാവരും അറിയണം. അത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകുമെങ്കിൽ അതെനിക്ക് വളരെ സന്തോഷമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാനത് തുറന്നു പറഞ്ഞത്. എൻ്റെ ദാമ്പത്യ ജീവിതം ആർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കില്ല. അതങ്ങനെ തുറന്നു പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയാത്തതും. നീ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞ് ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് താരം പറയുന്നുണ്ട്. അർജുനുമായി സംസാരിക്കവേ ആദ്യ ദാമ്പത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ മട്ടിലാണ് സംസാരിക്കുന്നത്. ആ അധ്യായം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതാണ് എന്ന് എടുത്തു പറയുന്നു. വിട്ടുപോയവരെക്കുറിച്ച് പറയേണ്ട എന്ന് കരുതിയാണ് പറയാതിരുന്നതെന്ന് ശ്രീരേഖ പറയുന്നുണ്ട്. ആ ബന്ധം 7 മാസത്തോളമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കരമായി ഉപദ്രവിക്കുമായിരുന്നു. സഹികെട്ട അവസ്ഥയിലാണ് ശ്രീരേഖ വേണ്ട എന്നൊരു തീരുമാനം എടുത്തത്. ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നാണക്കേട് കാരണം ആരോടും പറഞ്ഞിരുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. അതുകൊണ്ട് കേസിനും വഴക്കിനും ഒന്നും പോയില്ല. എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം നിയമപരമായി വിവാഹമോചനം ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ്. ഇപ്പോഴും എവിടെയോ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടാകും. നിയമപരമായി വിവാഹമോചനം നേടിയതുകൊണ്ട് തന്നെ സ്വതന്ത്രരായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്പരം അത് അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിച്ചിട്ടുമില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ സംസാരിക്കാം, അല്ലാതെ മറ്റൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചത് എൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുമെന്ന് ശ്രീരേഖ പറയുന്നു. ശ്രീരേഖയുടെ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുകയാണ്. നിരവധി പേരാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. പാരാലിസിസ് വന്ന് തൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിനെക്കുറിച്ചും ശ്രീരേഖ പറയുന്നു. അച്ഛനും അമ്മയ്ക്കും ഒറ്റമോളാണ്, സഹോദരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 10 വർഷം മുൻപാണ് പാരാലിസിസിനെ തുടർന്ന് അരയ്ക്ക് താഴ്പോട്ട് തളർന്ന് കിടപ്പിലായത്. ജീവിതത്തിൽ പലരെയും തിരിച്ചറിയുന്ന ഘട്ടമായിരുന്നു അത്. ആവശ്യമില്ലാത്തവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആ സംഭവത്തെ അതിജീവിച്ച് വന്നപ്പോൾ എനിക്ക് സാധിച്ചു. 9 മാസത്തോളം കിടപ്പിലായിരുന്നു. അവസാനം പല ചികിത്സകളും ചെയ്തു. ആ സമയത്ത് അച്ഛന് തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചു. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും ഒരു പെൺകുട്ടിയായിട്ട് പോലും എൻ്റെ പ്രാഥമിക കാര്യങ്ങൾ പോലും എൻ്റെ അച്ഛനായിരുന്നു സഹായിച്ചിരുന്നത്. അച്ഛനില്ല എങ്കിൽ അമ്മയ്ക്കൊരു ബാധ്യത തുടരേണ്ടതില്ല എന്ന് പോലും ഞാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് ഭേദമായിട്ട് മതി അച്ഛന് ചികിത്സ എന്നതായിരുന്നു അച്ഛന് തീരുമാനം. പല ചികിത്സകളും എനിക്ക് നടത്തി, ഒന്നും അങ്ങ് ശരിയായില്ല. അവിടെയാണ് ഫലം കണ്ടു തുടങ്ങിയതെന്ന് ആയുർവേദം പരിശോധിച്ചു. അങ്ങനെ ജീവിതത്തിലേക്ക് പിച്ച വയ്ക്കാൻ തുടങ്ങി. അപ്പോഴും പിന്തുണയായത് അച്ഛനാണ്. അതിനുശേഷം അച്ഛൻ്റെ സർജറി കഴിഞ്ഞു. സർജറി വിജയകരമായിരുന്നു. പക്ഷെ അതോടെ അച്ഛൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടു. ക്യാൻസറിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് വന്ന അച്ഛനാണ് എൻ്റേത്. എൻ്റെ ജീവിതത്തിൽ കുഞ്ഞിലെ മുതലേ ഇത്തരത്തിലുള്ള സംഭവങ്ങളാണെന്ന് ശ്രീരേഖ വെളിപ്പെടുത്തുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.